സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം. സ്കോർപിയോ പോരാ, ഫോർച്യൂണർ കാർ തന്നെ വേണമെന്ന് നിർബന്ധം. ഒപ്പം 50 ലക്ഷം രൂപയും. ആ യുവതി ജീവനൊടുക്കി കൊന്നതാണെന്ന് അവളുടെ വീട്ടുകാർ. ഗ്രേറ്റർ നോയിഡയിൽ ഇന്നലെ അർദ്ധരാത്രി നടന്ന സംഭവമാണ്. അവളുടെ മരണം സംഭവിച്ച സമയം അതാണ്. ദീപിക എന്ന 25 വയസ്സുകാരിയാണ് മരിച്ചത്. ആ ഭർതൃഗൃഹത്തിലെ ടെറസിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചത്. 17 മാസം മുമ്പായിരുന്നു ദീപികയുടെ വിവാഹം. സ്ത്രീധനത്തിന്റെ പേരിൽ ആ വീട്ടുകാർ തുടർച്ചയായി ഇവളെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് അവളുടെ വീട്ടുകാർ ബന്ധുക്കൾ ആരോപിക്കുന്നത്. 11 ലക്ഷം രൂപയും ഒരു സ്കോർപിയോ കാറുമാണ് സ്ത്രീധനമായി അന്ന് നൽകിയത്. പക്ഷെ എന്നിട്ടും മതിയാകാതെ അവർ ക്രൂര പീഡനം തുടർന്നു എന്നാണ് അവളുടെ ബന്ധുക്കളുടെ ആരോപണം. मेरी बेटी के साथ में ये हुआ था, उन्हें टॉर्चर करा जा रहा था। अब फॉर्च्यूनर गाड़ी 50 लाख रुपए लेके आ और नहीं लेके आएगी तो तुझे जान से मारेंगे। जब उन्होंने रात उसको मार दिया था, जब हमारे पास उन्होंने फोन करा था, जब हमारे पास फोन करा था तो अर्थात हॉस्पिटल में क्यों नहीं ले गए, शारदा में क्यों लेके गए थे? जब लेके गए थे शारदा में तो हमें बताते ना, हम शारदा में लेके जा रहे, हम तो अपने काम में लग गए, हम तो अपनी बेटी के उसमें लग गए। और उन्होंने चाल चल दी, उन्होंने कंप्लेंट कर दी। तो क्यों करी थी जब उन्होंने मारी नहीं थी? उन्होंने चक्कुओं से गूंद के मारा, चक्कुओं से गूंद के। अब 50 लाख रुपए लेके आ और फॉर्च्यूनर गाड़ी लेके आ, नहीं तुझे खत्म करेंगे। सासू ने भी, आदमी ने भी, ससुरे ने भी, सबने उसको टॉर्चर करा और ऊपर से उसे फेंक दिया 3री मंजिल से। जब उसे फेंक दिया, जब हमारे घर फोन करा 1 बजे का, जब तुम्हारी बेटी गिर गई है जीने से, तो उन्होंने झूठ क्यों बोला? വലിയ ആർഭാടത്തിൽ നടന്ന വിവാഹമായിരുന്നു അത്. 17 മാസം മുൻപ് അവളുടെ അച്ഛൻ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 1 കോടി രൂപ മുടക്കിയാണ് ആ മകളുടെ വിവാഹം നടത്തിയത് എന്ന് പറയുന്നു. ഈ ഭർത്തൃ വീട്ടുകാർ ഫോർച്യൂണർ കാറും 50 ലക്ഷം രൂപയും തുടർച്ചയായി അവളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 11 ലക്ഷം രൂപയും 50 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും ഒപ്പം സ്കോർപിയോ കാറും ഫർണിച്ചറുകളും ആണ് അന്ന് സ്ത്രീധനമായി നൽകിയത്. എത്ര രൂപയാണ് അവർ അവളുടെ വീട്ടിലേക്ക് അവളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ മുടക്കിയത് എന്ന് ഊഹിക്കാം. സഞ്ജയ് നഗർ എന്നാണ് അവളുടെ അച്ഛൻ്റെ പേര്. പോലീസിൽ പക്ഷെ പരാതിപ്പെട്ടില്ല പീഡനം നേരിട്ടപ്പോഴും. അതിൻ്റെ കാരണം സഞ്ജയ് എന്ന പിതാവ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് കരുതി. അതാണ് പലപ്പോഴും പല വീട്ടിലും സംഭവിക്കുന്ന പ്രധാന വിഷയം. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. एक स्कॉर्पियो गाड़ी दी थी जी, देने को तो कमी हमने भी नहीं करी। खैर फर्स्ट मॉडल एक स्कॉर्पियो एन हमने भी दी थी और 5.5 लाख कन्यादान दिया था। 2.5 लाख हमने जो लगन पे दिए थे, 1.5 लाख हमने चिट्ठी पे दिए थे, 2.5 लाख हमने गोद भराई पे दिए थे, बूरा खाने पे हमने जन क्या क्या दिया था। हमने तो कमी तो हमने भी नहीं करी सर. ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മർദ്ദിക്കുന്നുവെന്ന് ഈ മരിച്ച പെൺകുട്ടി ദീപിക ഇന്നലെ വീട്ടുകാരെ വിവരം അറിയിച്ചതാണ്. തുടർന്ന് ദീപികയുടെ പിതാവും കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടിലെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഇവരൊക്കെ പോയ ശേഷമാണ് ടെറസിൽ നിന്ന് ദീപിക വീണുവെന്നും ഗുരുതരമായി പരിക്കേറ്റുവെന്നുമൊക്കെ കുടുംബത്തെ അറിയിക്കുന്നത്. ദീപികയെ കൊലപ്പെടുത്തിയതായിരിക്കും എന്നാണ് ആ കുടുംബം കരുതുന്നത്. പിതാവ് അങ്ങനെയാണ് ആരോപിക്കുന്നത്. ദീപിക അങ്ങനെ ജീവനൊടുക്കില്ല, അവൾ ടെറസിൽ നിന്ന് എടുത്തു ചാടില്ല എന്ന്. ദീപികയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ട് എന്നും ആ പിതാവ് പറയുന്നു. बच्चे की मौत उन्होंने मिलके कर दी, उसे मारा है और मार के ऊपर छत से ऊपर नीचे डाल दिया उसे जो, और उसे दिखाने की कोशिश कर रहे हैं, आत्महत्या कोशिश कर रहे हैं दिखाने की। चोट काफी चोट है. യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ ഭർത്താവ് ഋതിക് തൻവാർ എന്ന ആൾ ഒപ്പം ഋതിക്കിന്റെ പിതാവ് ഈ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നീതി വേണമെന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ആവശ്യം, മറ്റൊന്നുമല്ല. എങ്ങനെ ആ പെൺകുട്ടി വേദന അനുഭവിച്ചോ, എങ്ങനെയാ പെൺകുട്ടിയുടെ കുടുംബം വേദന അനുഭവിച്ചോ, ആ വേദന ആ വീട്ടുകാരും ആ വരന്റെ വീട്ടുകാരും അറിയണമെന്നാണ് അവളുടെ അമ്മയുടെ ആവശ്യം. हमें खून के बदले खून चाहिए, इंसाफ चाहिए हमें। जैसे हमारी बेटी मारी है, हमें भी इंसाफ चाहिए आज। जैसा हमने खून के आंसू रो रहे तो उन्हें भी रोना चाहिए खून के आंसू, उनका बेटा मरना चाहिए जैसे आज हमारी बेटी मर गई है। हमें इंसाफ चाहिए, हमें अदालत से भी इंसाफ चाहिए, कोर्ट से भी, अदालत से भी चाहिए। बड़े से बड़ा वकील भी होगा और हमसे बात करे आके, अब तुम्हारी बेटी कैसे मारी है, मोदी तक हमारी खबर जानी चाहिए।
ദീപികയുടെ ശരീരത്തിൽ പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ ഒരുപാട് ചതവുകളും മുറിവുകളും ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, പ്രകടമായി തന്നെ. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അതെന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. സ്ത്രീധനം അത് എത്രമാത്രം വലിയ വിപത്താണ് എന്ന് നമ്മൾ എത്ര പഠിച്ചാലും എത്ര അനുഭവങ്ങളുണ്ടായാലും നമ്മൾ പഠിക്കില്ല എന്നുള്ളതാണ്. വീണ്ടും ഇത്തരം അത്യാഗ്രഹത്തിൽ ക്രൂരപീഡനങ്ങളിൽ നമ്മുടെ ചുറ്റും എത്ര വീടുകളാണ് നടക്കുന്നത് എന്നോർക്കുക. ഒരു ട്വിഷ ശർമ്മയോ അല്ലെങ്കിൽ ദീപികയോ എത്ര പേരുടെ ജീവൻ നഷ്ടമായാലും ഇനിയും ഈ സമൂഹത്തിൽ ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പരിതാപം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.